IUI എന്നുള്ള ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി നമ്മൾ കുറച്ച് കൂടുതലായ ഒരു ഓവുലേഷൻ വരുത്താൻ അറ്റംപ്റ്റ് ചെയ്യും. നാച്ചുറലായ ഒരു സൈക്കിളിൽ മാസക്കുള്ളിൽ ഒറ്റ എഗ്ഗാണ് വരുന്നത്. അപ്പം IUI അല്ലെങ്കിൽ അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ എഗ്സ് നമ്മൾ വരുത്താൻ നോക്കും. 2 to 3 eggs ആണ് ഐഡിയൽ. ഇത്ര എഗ്സ് വരുമ്പം ഒന്നെങ്കിലും ഫെർട്ടിലൈസ് ആവാനും ഒരു പ്രഗ്നൻസി പിടിക്കാനുള്ള ചാൻസ് കൂടും. IUI എന്ന് പറയുന്ന പ്രൊസീജിയർ ഓവുലേഷൻ ടൈമിൽ ഹസ്ബൻഡ് അടുത്ത് നമ്മൾ സെമൻ കളക്ട് ചെയ്യാൻ പറയും. ഈ സെമൻ നമ്മൾ ലാബിൽ നിന്ന് പ്രോസസ്സ് ചെയ്യും. അപ്പോൾ അതിലുള്ള നേരത്തെ പറഞ്ഞ പോലെ സ്പേമിലെല്ലാ സ്പേംസും നല്ലതല്ല. സ്പേമിൻ്റെ കൗണ്ട് മില്യൺസിലായിരിക്കും, പക്ഷേ അതിൽ ഫങ്ഷണലായ മോട്ടിലിറ്റി ഉള്ള ഹെൽത്തി സ്പേംസ് കുറച്ചായിരിക്കും. IUIയിൽ നമ്മൾ സെമൻ പ്രോസസ്സ് ചെയ്ത് ഈ സ്പേംസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഇത് മാത്രമായിട്ട് യൂട്രസിനകത്ത് വെച്ച് കൊടുക്കും, ഇൻസെമിനേഷൻ എന്ന് പറയും. ഇതിൽ തന്നെ പ്രഗ്നൻസിയുടെ ചാൻസസ് നോർമലി ട്രൈ ചെയ്യുന്നതിൽ നിന്ന് ഓൾമോസ്റ്റ് ഡബിൾ ആവുകയാണ്. അപ്പം ഇതാണ് IUI എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്. IVF എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഇതിൽ നിന്ന് ഒരു ലെവൽ മുന്നോട്ടാണ്. IVFൽ സൂപ്പർ ഓവുലേഷൻ എന്ന് പറയും. അപ്പം നല്ല പോലെ കൂടുതൽ എഗ്ഗ് കിട്ടുന്ന രീതിയിൽ തന്നെ ഇഞ്ചെക്ഷൻസ് എടുക്കും. ഇതൊരു മേ ബി 10 to 12 days നീണ്ടു നിൽക്കും ഇഞ്ചെക്ഷൻസ്. ഇതെടുക്കുമ്പം ഓവറിയിൽ നിന്ന് ആവുന്നത്ര അണ്ടം കിട്ടാനുള്ള ആഗ്രഹത്തോടെയാണ് ഇഞ്ചെക്ഷൻസ് എടുക്കുന്നത്. അപ്പം എഗ്സിൻ്റെ എണ്ണം കൂടുതലാവാം, 10 to 15, ചിലപ്പോൾ അതിൽ നിന്നും കൂടുതലും ഉണ്ടാവാം. ഇതിൽ ഓരോ സ്ത്രീക്ക് എത്ര എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരുടെ കണ്ടീഷൻ അനുസരിച്ചും ഏജ് അനുസരിച്ചും അവർ IVFൽ വരെ എത്തിപ്പെടാനുള്ള എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. ആ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ IVFൻ്റെ പ്രൊസീജിയറിൽ ഈ ഓവുലേഷൻ ടൈമിൽ യൂട്രസിൽ നമ്മൾ സ്പേം വെച്ച് കൊടുക്കില്ല, പകരം അനസ്തീഷ്യ കൊടുത്ത് ഈ എഗ്സ് നമ്മൾ കളക്ട് ചെയ്യും. സ്കാൻ വഴി വയറ്റിൽ മുറിവൊന്നും ഇല്ലാതെ ഈ എഗ്സ് ലാബിൽ വെച്ച് ഹസ്ബൻഡ് സ്പേമിൽ നല്ല സ്പേംസ് കൂടിയ മൈക്രോസ്കോപ്പിയിൽ എന്ന് വെച്ചാൽ വലിയ മാഗ്നിഫിക്കേഷനിൽ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ IMSI എന്ന് പറയും. അതാണ് ഏറ്റവും കൂടുതൽ മാഗ്നിഫിക്കേഷനിൽ ഏറ്റവും പുവർ സെമെന്ന് പോലും നല്ല സ്പേംസ് പിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടെക്നിക്കാണ്. അപ്പം ഇത് വെച്ച് ഏറ്റവും നല്ല സ്പേം സെലക്ട് ചെയ്ത് ഓരോ എഗ്ഗിനെ ലാബിൽ വെച്ച് ഇഞ്ചെക്ട് ചെയ്യും. അതായത് പണ്ട് ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ ഇഞ്ചെക്ട് ചെയ്ത് ഇത് എംബ്രിയോ ആവാൻ ഇൻക്യുബേറ്ററിൽ കുറച്ച് ദിവസം നമ്മൾ വയ്ക്കും. അപ്പം 2 to 3 days കഴിഞ്ഞ് നമ്മൾ ഈ എംബ്രിയോസ് എത്ര എണ്ണം ആയെന്ന് കാണും. അപ്പം ഉദാഹരണത്തിന് ഒരു 10 എഗ്ഗ് ഉണ്ടെങ്കിൽ ഇതിലെല്ലാം എംബ്രിയോ ആയി വരില്ല. ഇതിലെല്ലാം എംബ്രിയോ ആവാനുള്ള കഴിവോ ശേഷിയോ ഉണ്ടാവില്ല ജനറ്റിക്കലി. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 7-8 എണ്ണം ചിലപ്പോൾ എംബ്രിയോ ആയി കിട്ടും. ഈ എംബ്രിയോസിനെ ഗ്രേഡ് ചെയ്യും ക്വാളിറ്റി വൈസ് A, B, C. ഇതിൽ നിന്ന് Aയും Bയും ആണ് സാധാരണ ഏറ്റവും നല്ല ക്വാളിറ്റി പ്രഗ്നൻസിയിൽ റിസൾട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ആ കപ്പിളിന് പറഞ്ഞു കൊടുക്കും എത്ര എംബ്രിയോസ് ഉണ്ട്. അപ്പോൾ ഈ എംബ്രിയോസ് എല്ലാം ഒന്നിച്ച് പേഷ്യൻ്റ് യൂട്രസിൽ തിരിച്ചു വയ്ക്കാൻ പറ്റില്ല. ഇത് രണ്ടാമത്തെ ഭാഗമാണ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയും. കിട്ടുന്ന എംബ്രിയോസ് 2s-ലോ 3s-ലോ 2ഉം 3ഉം ആയിട്ട് ഫ്രീസബിളാണ്. അപ്പോൾ അവരുടെ നെക്സ്റ്റ് സൈക്കിൾ മുതൽ ഓരോ സൈക്കിളിൽ ഒരു ഫ്രീസ് ചെയ്ത സ്ട്രോ എന്ന് വെച്ചാൽ 2 to 3 എംബ്രിയോസ് എടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഒരു IVF സൈക്കിൾ.